വേടനെ അങ്ങനെ പോലീസും എക്സൈസും കൂടി ചേർന്നുകൊണ്ട് പൊക്കി. വേറൊന്നുമല്ല, കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈ സൂക്ഷിച്ചതിനും പിന്നെ പുലിനക്കം ഇട്ടിട്ട് നടന്നതിനും ഒക്കെയാണ് വേടനെ പോലീസും എക്സൈസും കൂടെ കസ്റ്റഡിയിൽ എടുത്തത്. സിനിമയിൽ തന്നെയുള്ള പ്രമുഖരായിട്ടുള്ള കുറെ മൊണ്ണകൾ വേടനെ വന്നിട്ടുണ്ട് ന്യായീകരിക്കുന്നത് കേട്ടു. കുറെ മൊണ്ണകൾ വേടൻ പറയുന്ന രാഷ്ട്രീയത്തിനോട് എതിരുള്ളത് കൊണ്ട് വേടനെ ഇട്ട് കളിയാക്കുന്നതും കണ്ടു. ന്യായീകരിക്കുന്ന മൊണ്ണകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, വേടൻ നല്ലൊരു പാട്ടുകാരനാണ്, അവന്റെ രാഷ്ട്രീയം നല്ലതാണ്, അവൻ പറയുന്ന രാഷ്ട്രീയം പ്രസക്തമുള്ള കാര്യം തന്നെയാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പാലിക്കണ്ട എന്ന് വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു പ്രിവിലേജ് വേടന് മാത്രമുണ്ടോ? ഏതോ ഒരു സിനിമാ നടനായിട്ടുള്ള മൊണ്ണ പറയുന്ന കേട്ടു, അമേരിക്കയിലൊക്കെ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം ലീഗലാണ് എന്നൊക്കെ പറയുന്ന കേട്ടു. ഇത് അമേരിക്കയല്ല, ഇന്ത്യയാണ്. ഇവിടെ ഒരു നിയമമുണ്ട്. ഇവിടുത്തെ നിയമപ്രകാരം കഞ്ചാവ് ഉപയോഗിക്കുന്നതും കൈവശം വെക്കുന്നതും നിയമവിരുദ്ധം തന്നെയാണ്. അത് പ്രകാരം വേടൻ കുറ്റം ചെയ്തിട്ടുണ്ട്. ചില മൊണ്ണകൾ പറയുന്നത് ഈ കേസ് വരാൻ തന്നെ കാരണം വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം കാരണമാണ് എന്നാണ്. ഊളത്തരത്തിനൊക്കെ ഒരു പരിധിയില്ലേ? എന്തായാലും ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് ഒന്നേ പറയാനുള്ളൂ, വേടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പിന്നെ ഈ കേസ് ഭയങ്കര സെൻസേഷനിലായി, ഇവിടെ സിനിമാ നടന്മാർ ഉപയോഗിച്ചിട്ട് സെൻസേഷനിലായില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് സെൻസേഷനിലാവും, കാരണം വേടൻ ഉപദേശവും ഊമ്പലമായിട്ട് ഇരുന്നത് കൊണ്ടാണ്. എന്റെ പരിപാടിയിൽ മക്കളെ ഇതൊന്നും ഉപയോഗിക്കല്ലോ മക്കളെ, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവി ഇല്ലാതായി പോകും മക്കളെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നതുകൊണ്ട് ഊഞ്ഞാലാടുകയാണ്. ഇതും വലിച്ചു വിട്ടുകൊണ്ട് ഇങ്ങനെ ഉപദേശം പറഞ്ഞിട്ട് പിന്നെ ഊഞ്ഞാലാട്ടമായിട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസ് സെൻസേഷനിലാവുക തന്നെ ചെയ്യും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വേടൻ ഇവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് പ്രകടവുമാണ്.